ദൈവം നാമമഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രമിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിൽ നാം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ. ഒന്നാമതായി നാം കണ്ടു പരിശുദ്ധാത്മാവ് ദൈവമാണ്, ത്രിത്വത്തിൽ തുല്യനാണ്. മാത്രമല്ല പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അത് പരിശുദ്ധാത്മാവും ദൈവം ഈ ലോകത്തിലേക്ക് വേണ്ടി വന്നതുകൊണ്ട് നാം മൂന്നാമതായി കണ്ടു പരിശുദ്ധാത്മാവിന് വേണ്ടി ഇനി നാം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നാലാമതായിട്ട് നാം കണ്ടത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ദാനമായിട്ട് ചെയ്തു തരുന്നു എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് അതിൽ പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു. രണ്ടാമതായിട്ട് നാം കണ്ടു പരിശുദ്ധാത്മാവ് എന്ന ആദ്യ ദാനം നാം രക്ഷിക്കപ്പെട്ട അതേ നിമിഷം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ആദ്യ ദാനമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടു പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരം. അത് നമുക്ക് ദാനമായിട്ട് തരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം, പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം. അത് കഴിഞ്ഞിട്ട് നാം കണ്ടു പരിശുദ്ധാത്മാവ് ഇത്രയെല്ലാം കാര്യങ്ങൾ നമുക്ക് ദാനമായിട്ട് ചെയ്തു തരുന്നുണ്ട്. എന്നാൽ നാം ചെയ്യേണ്ടതായിട്ടുള്ള രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നാം കണ്ടു. ഒന്നാമതായിട്ട് നാം കണ്ടു പരിശുദ്ധാത്മാവ് നാം രക്ഷിക്കപ്പെടുന്ന അതേ നിമിഷത്തിൽ നമ്മൾക്ക് ആത്മീയ വരങ്ങൾ നമ്മൾക്ക് തരുന്നുണ്ട്. അങ്ങനെ ആത്മീയ വരങ്ങൾ ദൈവം നമുക്ക് ഉള്ളതുകൊണ്ട് ആ ആത്മീയ വരങ്ങളെ കൊണ്ട് നാം ആ ആത്മീയ വരങ്ങൾ നമ്മളത് കുഴിച്ചു മൂടാതെ ആത്മീയ വരങ്ങളെ കൊണ്ട് നമ്മൾ വ്യാപാരം ചെയ്ത് 30, 60, 100 മേനി വിളയിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട് നാം കണ്ടു പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നാം പരിശുദ്ധാത്മാവിൽ നിറയേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് നാം കണ്ടു. ദിവസം പ്രതിയുള്ള നമ്മുടെ ജീവിതത്തിൽ നാം പരിശുദ്ധാത്മാവിൽ നിറയേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ ആ വാക്യം നമുക്കൊന്നും കൂടെ വായിക്കാം. പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുന്നത്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായതിന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ഇത് പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തുണ്ടാകുമെന്നുള്ളതാണ് നാം കണ്ടത്. പരിശുദ്ധാത്മ നിറവിനെക്കുറിച്ച് നമ്മൾ കണ്ടു. പരിശുദ്ധാത്മാവ് നിറവ് ഒരു പ്രാവശ്യമായിട്ടല്ല, അത് ദിനം പ്രതി പരിശുദ്ധാത്മാവിൽ നിറയേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്താണ് എന്നുള്ള കാര്യവും നാം കണ്ടു. പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരു വ്യക്തിക്കുള്ള പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോഴുള്ള അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. എന്നാൽ ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് നിറവിനെക്കുറിച്ചുള്ള ഒരു എക്സാമ്പിൾ, ഈ ലോകത്തിൽ നിന്നുള്ളൊരു എക്സാമ്പിൾ ഇന്ന് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുന്നതിന് വേണ്ടി ഇന്ന് ഒരു സ്റ്റോറിയായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. മഹാധനികനായ ഒരാൾ ഒരു വീട് മേടിച്ച് ശുദ്ധിയാക്കി. അതിൽ നിന്ന് പാറ്റ, ഈച്ച, കൊതുക്, എലി എന്നിവയെല്ലാം നശിപ്പിച്ചു വീട് നല്ല വെടിപ്പുള്ളതാക്കി തീർത്തു. ആ വീട് മുഴുവനും സുഗന്ധം പരത്തുവാൻ സഹായിക്കുന്ന ചെടികൾ ആ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ വീടിൻ്റെ അകത്തും വെച്ചു, ചുറ്റുപാടും നല്ല മനോഹരമായ പൂന്തോട്ടമാണ്. അതിൻ്റെ അകത്താണ് ഈ മനോഹരമായ വീട്. അതിൽ എല്ലാം ശുദ്ധി ചെയ്ത് എല്ലാ മൂലയും വൃത്തിയാക്കി. അതുകൂടാതെ തന്നെ ചെടികളും സുഗന്ധങ്ങൾ പരത്തുന്ന ചെടികളും പൂക്കളും കൊണ്ട് ആ പരിസരവും വീടിൻ്റെ അകത്തും പല സ്ഥലങ്ങളും നിറച്ചു. അങ്ങനെ പൂക്കൾ വിരിഞ്ഞ് വീടും പരിസരവും സുഗന്ധ പൂരിതമായി. ആ വീട്ടിലേക്ക് കടന്നു വരുന്നവർക്ക് സന്തോഷവും ആശ്വാസവും ലഭിക്കുന്ന ഒരു സ്വർഗീയ അനുഭവമായിരുന്നു ആ പരിസരമാകെ. അങ്ങനെ ഇരിക്കെ വീട്ടുടയവൻ കുറച്ച് ദിവസം അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ചില മാസങ്ങൾക്ക് ശേഷം വീട്ടുടയവൻ മടങ്ങി വന്നു. സുഗന്ധത്തെ പ്രതീക്ഷിച്ച് വീട്ടുമുറ്റത്തെത്തിയ അദ്ദേഹത്തിൻ്റെ മൂക്കിൽ അസഹനീയമായ ദുർഗന്ധം മണത്തു. പുറത്ത് ചെടികളുണ്ട്, ചെടികളിൽ നിന്നൊക്കെ ചില മണങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും കതക് തുറന്ന് വീട്ടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ദുർഗന്ധം അദ്ദേഹം വന്നു. അപ്പോൾ തൻ്റെ ചെടികളിലൊക്കെ പൂക്കളുണ്ടെങ്കിലും അവയുടെ സുഗന്ധം ഇപ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നില്ലാത്ത ഒരവസ്ഥ.
ചെടിയുണ്ട്, അവിടെ സുഗന്ധമുണ്ട്, പൂക്കളുണ്ട്, എല്ലാം ശരിയാണ്. എന്നാൽ അതിൻ്റെ സുഗന്ധം അനുഭവിക്കാത്തൊരവസ്ഥ. കാരണം എന്താ അറിയാൻ, അദ്ദേഹം ആ വീട് മുഴുവനും പരിശോധിച്ചു. താൻ വൃത്തിയാക്കിയ വീടിനുള്ളിൽ എലിയും പാറ്റയും എട്ടുകാലിയും ഒക്കെ കയറി കൂടിയിരിക്കുന്നത് കണ്ടു. ഒരു മൂലയ്ക്ക് അതാ ചത്തു ചീഞ്ഞു കിടക്കുന്ന എലിയുടെ ദുർഗന്ധമാണ് തൻ്റെ വീടിൻ്റെ സൗരഭ്യം ഇല്ലാതാക്കിയതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം വളരെ ബന്ധപ്പെട്ട് ആ ദുർഗന്ധം വമിക്കുന്ന എലിയെ എടുത്തു കളഞ്ഞ് വീട് അടിച്ചുവാരി വൃത്തിയാക്കി. വീണ്ടും ആ വീട്ടിൽ സൗരഭ്യം വീടിലാകെ നിറഞ്ഞു. വീടും പരിസരവും ദിനംതോറും വൃത്തിയാക്കിയാൽ മാത്രമേ സുഗന്ധം അനുഭവിക്കാൻ കഴിയൂ. ഇതുപോലെ തന്നെയാണ് ആത്മനിറവുള്ള ജീവിതവും. അത് അനുദിന ജീവിതത്തിൽ കടന്നുകൂടുന്ന പാപങ്ങളെ, മുറുകെ പറ്റുന്ന പാപങ്ങളെ, അശുദ്ധിയെ കണ്ടെത്തി അത് ഇല്ലായ്മ ചെയ്ത് ഹൃദയത്തെ ശുദ്ധി ചെയ്താൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നാം കണ്ടതുപോലെ അല്ലേ 1 പത്രോസ് 2 പഠന സകല ദുഷ്ടതയും വ്യാജവും ചതിവും എല്ലാ നുണയും, അങ്ങനെ സകലവിധമായ ചെറുതും വലുതുമായ പാപങ്ങളെ നീക്കിക്കളഞ്ഞ്, എലിയും എട്ടുകാലിയും എല്ലാം നീക്കിക്കളഞ്ഞ് അതും മാറ്റിക്കളഞ്ഞെങ്കിൽ ആ വീട് സുഗന്ധം കൊണ്ട് നിറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള അശുദ്ധി മുഴുവനും മാറ്റിക്കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആനന്ദവും പാട്ടും സ്തോത്രവും ഹല്ലേലൂയയും എപ്പോഴും ഉണ്ടാകുവാനായിട്ട് സാധിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറവ് എന്നുള്ളത് ഒരു പ്രാവശ്യം ഉണ്ടാകുന്നതല്ല, അത് നാം ദിനം പ്രതി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ സന്നിധി, ദൈവത്തിൻ്റെ മക്കളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ്. എന്നാൽ നാം പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുതെന്ന് ദൈവവചനത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. 1 തെസ്സലോനിക്കർ 5:19 വാക്യം ഒന്ന് വായിക്കാം. 1 തെസ്സലോനിക്കർ 5:19 വാക്യത്തിൽ നാം കാണുന്നത് ആത്മാവിനെ കെടുക്കരുത്. നമ്മുടെ ജീവിതത്തിൽ പാപം കയറി വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരു തണുത്ത അനുഭവത്തിൽ കൂടെ, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്ത അവസ്ഥയിൽ കൂടെ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ കെടുക്കുന്നവരാണ്. രണ്ടാമതായിട്ട് എബ്രായ ലേഖനത്തിൽ 10:29 വാക്യത്തിൽ നാം കാണുന്നത്, എബ്രായ ലേഖനം 10:29 വാക്യത്തിൽ നാം കാണുന്നത്, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുവാൻ എത്ര കഠിനമായി ചെയ്തവൻ എത്ര കഠിനമായി ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിൻ. ഇവിടെ നാം കണ്ടു, നമ്മൾ പരിശുദ്ധാത്മാവിനെ നിന്ദിക്കരുത് എന്ന് കണ്ടു. നമുക്ക് ആദ്യം കണ്ടു പരിശുദ്ധാത്മാവിനെ നമ്മൾ കെടുക്കരുത്, പരിശുദ്ധാത്മാവിനെ നിന്ദിക്കരുത്. എങ്ങനെ നമുക്ക് നിന്ദിക്കുവാനായിട്ട് സാധിക്കും? കർത്താവിൻ്റെ രക്തത്താൽ നമ്മളെ രക്ഷിച്ചു, വിടുവിച്ചു. അവൻ്റെ രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിച്ചു. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. എന്നാൽ ആ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അവൻ്റെ കൽപ്പനകൾ ദൈവവചനമനുസരിച്ച് നമ്മൾ ജീവിക്കാതെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവിനെ, ദൈവത്തിൻ്റെ മഹത്വം, പരിശുദ്ധാത്മാവ് ദൈവമാണ്, ആ പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ ഭയപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാതെ, അതുപോലെ നമ്മെ രക്ഷിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ നിന്ദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. എഫെസ്യർ 4:30 വാക്യത്തിൽ നാം കാണുന്നത്, എഫെസ്യർ 4 വാക്യത്തിൽ നാം കാണുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. നമ്മളെ മുദ്രയിട്ടിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയ സഹോദരിമാരെ, അടുത്ത ആഴ്ചയിൽ നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ദുഃഖിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. വരുന്ന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവ്
പൂർണ്ണ ദൈവവും പൂർണ്ണ ഒരു വ്യക്തിയുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് എത്രയോ ദാനങ്ങൾ തന്നിരിക്കുന്നു. ആ ദാനത്തിന് ഒത്തവണ്ണം അത് നന്ദിയുള്ളവരായിട്ട് നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട് ദിവസം പ്രതിയുള്ള ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ കെടുക്കാതെ, പരിശുദ്ധാത്മാവിനെ നിന്ദിക്കാതെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്തവരായിട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.